ഓക്കെ. നമസ്കാരം. നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ, പെരിങ്ങമല ഗ്രാമപഞ്ചായത്താണ് അല്ലല്ലേ? പെരിങ്ങമല പഞ്ചായത്തിലാണ്. പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ പെരിങ്ങമല ബ്ലോക്ക് ഡിവിഷൻ. പെരിങ്ങമല ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന ഒരു എളിമയുള്ള, ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ, ജനങ്ങൾ ഏതു നേരവും വിളിച്ചാൽ രാവും പകലും പ്രസൻ്റായിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. പരിചയപ്പെടുത്തേണ്ട മുഖവുരയല്ല, അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രവർത്തന മികവ് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പെരിങ്ങമല ബ്ലോക്ക് ഡിവിഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമസ്കാരം. 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 അപ്പോൾ എന്തൊക്കെയാണ് താങ്കൾ ജയിച്ചു വന്നാൽ അങ്ങയുടെ ബ്ലോക്ക് ഡിവിഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ട്. എങ്കിലും എനിക്ക് അത്യാവശ്യമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പെരിങ്ങമല പഞ്ചായത്തിനകത്ത് പെരിങ്ങമല നമ്മളെ ഒരു ആരോഗ്യ കേന്ദ്രം, ഹെൽത്ത് സെൻ്റർ ഉണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അപ്പോൾ അതിൽ കിടത്തി ചികിത്സ ഇതുവരെ സാധ്യമായിട്ടില്ല. അതായത് പൊന്മുടി പാകം വരെ വരുന്ന വലിയൊരു പഞ്ചായത്താണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ആശുപത്രി അന്യാധീനപ്പെട്ടു പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ട്. അത് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം എത്രയും പെട്ടെന്ന് ഞാൻ ജയിച്ചു. അതൊരു വളരെ നല്ല പോയിന്റാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഇപ്പോൾ കിടത്തി ചികിത്സയില്ല, ബെഡുകൾ വേണം. രോഗികൾ പെട്ടെന്ന് വന്നാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെഡുകളില്ല. ബെഡ് സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. നല്ലൊരു ആശയമാണ് മുന്നോട്ട്. ഞാൻ ജയിക്കുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് വലിയൊരു ആശുപത്രിയാക്കി മാറ്റും. അതൊരു നല്ല ആശയമാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് ആശുപത്രികൾ വർഷങ്ങളായി ഇടത് വലത് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആശുപത്രികളുടെ അവസ്ഥ എന്നും ഇത് തന്നെ. ഇടതുപക്ഷ സർക്കാർ തന്നെയല്ലോ ഇപ്പോൾ OP ടിക്കറ്റ് 10 രൂപയിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അതിന് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞ എന്താണെന്നറിയാമോ? 10 രൂപ ആക്കുന്നത് 5 രൂപയുടെ ചില്ലറ ഇല്ലാത്തതുകൊണ്ടാണ്. അതാണോ സാധാരണക്കാരെ ജനങ്ങളോട് ചെയ്യുന്നത്? ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതിന് എതിരെ ഇങ്ങനെ ഒരു ആശയം, മറ്റു ആശയങ്ങൾ എന്തൊക്കെയാണ്? മറ്റു ആശയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഞാറനീലി, അതുപോലെ തന്നെ ചിറ്റൂര്, ഞാറനീലി, അങ്ങനെ ഒരുപാട് അങ്ങ് ഭാഗത്തോട്ടുള്ള കൊച്ചിക്കരിക്കം വാർഡ്, അവിടെയൊക്കെ റോഡുകളൊക്കെ, വീടുകളിലോട്ട് പോകാനുള്ള റോഡുകളൊക്കെ നശിച്ച് കിടക്കുകയാണ്. വെള്ളം കയറി നശിച്ച് സഞ്ചാരയോഗ്യം അല്ലാതെ കിടക്കുന്നു. അത് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം ആ റോഡുകളെല്ലാം ഞാൻ നവീകരിക്കും. ആ റോഡുകളെല്ലാം നവീകരിച്ച് സഞ്ചാരയോഗ്യമാണ്. കേന്ദ്രത്തിൽ ഭരണമുള്ളത് കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് നന്നായിട്ട് ഇതിനെക്കുറിച്ച് ഇത് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിന് ജനങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങൾ വാഗ്ദാനമല്ലാതെ മറ്റു പാർട്ടിക്കാർക്ക് വാഗ്ദാനം കൊടുത്തിട്ട് പോകാൻ പറ്റും. കേന്ദ്രത്തിൽ ഭരണമുള്ളതുകൊണ്ട് കൃത്യമായി ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ BJPയുടെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കഴിയും. അപ്പോൾ അതൊരു വലിയ ശുഭസൂചനയാണ്. അങ്ങ് ചെയ്യും എന്നുണ്ടെങ്കിൽ അതൊരു ഇവിടുത്തെ സാധാരണക്കാരായ മലയോര ഗ്രാമപ്രദേശമായ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പെരിങ്ങമല പഞ്ചായത്താണ് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത്. അത് പൊന്മുടി ഉൾപ്പെടുന്ന ഭാഗം കൂടിയാണ്. അപ്പോൾ ഈ വാർഡിൽ അങ്ങ് ജയിച്ചു വരുമ്പോൾ ഈ ബ്ലോക്കിലല്ലാതെ മറ്റ് ബ്ലോക്കുകളിലും കൂടി സഹായം ചെയ്യും. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി പ്രകാരം 2030 കൂടി വീടുകൾ എല്ലാവർക്കും ഭവന നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രകാരം പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാവർക്കും 2030 കൂടി പ്രധാനമന്ത്രി ആവാസ് യോജന ഉൾപ്പെടുത്തി മുഴുവൻ പേർക്കും വീട് നൽകുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും. അതൊരു നല്ല ആശയം. വീണ്ടും ഒരു ആശയം. ഈ ആശയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പൂർത്തിയാവാതെ കിടക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽപ്പെടുത്തി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള പദ്ധതികൾ ധാരാളമുള്ള ഈ ബ്ലോക്കിൽ, പെരിങ്ങമല ബ്ലോക്കിൽ, ആ ബ്ലോക്കിലും അദ്ദേഹത്തിന് വികസന പ്രവർത്തനങ്ങളിലേക്ക് നിൽക്കാൻ കഴിയും. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിലും ലൈവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മറ്റെന്തെല്ലാം പദ്ധതി? അതുപോലെ തന്നെ ഒരുപാട് വയോജനങ്ങളുണ്ട് നമ്മുടെ, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശത്ത്. അവരെ എല്ലാവരെയും ഞാൻ ചെന്ന് കണ്ട് പ്രധാനമന്ത്രിയുടെ ചികിത്സാ ധനസഹായ പദ്ധതികൾ ഒരുപാടുണ്ട്. അതെല്ലാം അവരുടെ മുന്നിൽ ഞാൻ എത്തി. മറ്റ് പദ്ധതികളെക്കുറിച്ച്? മറ്റ് പദ്ധതികളെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പൊന്മുടി, ഞാറനീലി, ഇടിഞ്ഞാറ്, കൊച്ചേരിയും, തെന്നൂർ, ദൈവപ്പുര, ചിറ്റൂർ, അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ആശുപത്രി, പെരിങ്ങമല
ആശുപത്രിയിലേക്ക് വരാനുള്ള സൗകര്യക്കുറവുള്ളതുകൊണ്ട് അതും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിലെല്ലാം ആ മേഖല ഒരു 3-4 വാർഡ് കേന്ദ്രീകരിച്ച് ആ മേഖലയിൽ ഒരു ഹെൽത്ത് സെൻറ്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഹെൽത്ത് സെൻ്ററിൻ്റെ അനക്സ് ആരംഭിക്കുന്നതിന് വേണ്ടി നല്ല പരിശ്രമിക്കും. അപ്പോൾ അതിനുവേണ്ടി എന്തായാലും നിങ്ങൾ ഏവരുടെയും സപ്പോർട്ട് പ്രിയപ്പെട്ട വിമൽ രാജ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞ പദ്ധതികളെല്ലാം നടക്കുകയാണ് എങ്കിൽ ഏറ്റവും നല്ല ഒരു പ്രവർത്തനം, നല്ല ഒരു ഫോർമേഷൻ നമ്മുടെ ഈ പെരിങ്ങമല ബ്ലോക്കിൽ നടക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആശുപത്രി കാര്യങ്ങൾ വളരെ ദയനീയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ആദിവാസികൾ കൂടുതലുള്ള മേഖലയാണ് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത്. അവിടെ ഒരു കുഞ്ഞിന് പൊള്ളലേറ്റ് ആ മുറിവ് പഴുത്തു. ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഇവിടുത്തെ നഴ്സും ബാക്കിയുള്ള ജീവനക്കാരും ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ? ആശുപത്രിയിൽ പോകാത്ത എന്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ആശുപത്രിയിൽ പോകണമെന്ന് അറിയില്ലായിരുന്നു എന്നാണ്. അത്രയേറെ പാവപ്പെട്ടവരായ സാധുക്കളായ ജനങ്ങളുള്ള സ്ഥലത്ത് ആണ് ശ്രീമാൻ വിമൽ രാജ് ജനവിധി തേടി വോട്ടഭ്യർത്ഥിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആശുപത്രിയുടെ കാര്യം, റോഡുകളുടെ കാര്യം, ആശുപത്രിയുടെ അനക്സ് ഈ പറഞ്ഞ പാവപ്പെട്ട ആദിവാസി മേഖലയിലുള്ള സ്ഥലങ്ങളിൽ അനക്സ് കൊണ്ടുവരുവാനും അതുപോലെ റോഡിൻ്റെ കാര്യങ്ങളും പിന്നെ പൂർത്തിയാകാത്ത വീടുകൾ പണി പൂർത്തിയാക്കുവാനും അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ടല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ട് കൊണ്ടുവരുവാനും അതുപോലെ മറ്റ് സഞ്ചാരയോഗ്യമാക്കാനുള്ള വഴികൾ എല്ലാം വിപുലമാക്കി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന് അങ്ങ് വാഗ്ദാനം തരികയാണ്. അപ്പോൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ എന്താണ്? ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പെരിങ്ങമല ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എന്നെ ജയിപ്പിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും ചെയ്യും. മറ്റുള്ള രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ വെറും വാഗ്ദാനമല്ല, ഇത് ഞാൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ ജയിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുപോലെ തന്നെ കരുവങ്കോട് വാർഡ്, അവിടെയും ഈ ഇട റോഡുകളൊക്കെ നശിച്ച് കിടക്കുകയാണ്. അതുപോലെ പെരിങ്ങമല വാർഡ്, ചിറ്റൂർ വാർഡ്, അവിടെയൊക്കെ ഇട റോഡുകളെല്ലാം നശിച്ച് കിടഞ്ഞാൽ അവിടെ വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി ഓരോ വീട്ടിൽ പോയപ്പോൾ അവിടെ റോഡുകളില്ല, പിന്നെ വീടുകളില്ല, നല്ല ബാത്റൂമുകളില്ല. ഇതെല്ലാം ഞാൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടും ഞാൻ ഇതെല്ലാ കാര്യങ്ങളും ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ സശ്രദ്ധം കേട്ടു. ജയിക്കുന്നത് വരെ നമ്മളൊരു ചിഹ്നത്തിലാണെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പേരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി അങ്ങ് പ്രവർത്തിക്കും എന്ന് വാഗ്ദാനം ചെയ്യാണ്. ആ വാക്കുകൾ പാലിക്കട്ടെ. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് സഹായിക്കണം, കൂടെ ഉണ്ടാവണം, താങ്ങായി തണലായി. നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യാൻ കഴിയാത്ത മേഖലയിലാണെങ്കിൽ നിങ്ങളെവരുടെയും പ്രാർത്ഥന കൂടി പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ വിമൽ രാജിന് കൊടുത്ത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സൈനിങ് ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ CV ശരവൺ. നമസ്കാരം.